തിരുവനന്തപുരത്ത് തകൃതിയായ ചർച്ചകൾ നടക്കുകയാണ്. പല ക്യാമ്പുകളിലും ഒരാളെ മന്ത്രിയാക്കാനും ആക്കാതിരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് തലസ്ഥാനം എന്തെങ്കിലും നടക്കുന്ന സംവാദങ്ങളും ചർച്ചകളും എന്നറിയാൻ ഷെഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെഫീദ്, എന്തെങ്കിലുമൊക്കെ നടക്കുമോ? എന്തെങ്കിലുമൊക്കെ നടത്തണം. കാരണം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ, അതിനു മുൻപ് പരമാവധി തീരുമാനം. നാളെ ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട UDF-ന്റെ കത്ത് കൈമാറണം. ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവനിലാണ് ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. നമുക്കറിയാം, രമേശ് ചെന്നിത്തല ഇന്ന് ഉയർത്തിയ ഒരു ചെക്ക്, ആ ചെക്കിലായിരുന്നു ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചകൾ അത്രയും മാറിയത്. പക്ഷേ ഇത് അവസാന പേരുകളിലേക്ക്, 11ഉം 12ഉം പേരുകളിലേക്ക് കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ പട്ടിക വരുമ്പോൾ വലിയ ആകാംക്ഷ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ AP അനിൽകുമാർ വരെ ഏതാണ്ട് തീരുമാനമായി നിൽക്കുകയാണ്. ഷാനിമോൾ ഉസ്മാൻ ഉണ്ടോ? ഷാനിമോൾ ഉസ്മാൻ ഉണ്ടെങ്കിൽ അത് അടുത്ത സ്ഥാനത്ത് 12ാമത്തെ മന്ത്രി അത് IC ബാലകൃഷ്ണൻ ആണോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. രണ്ടാമത്തേത്, അഥവാ ഷാനിമോൾ ഉസ്മാൻ ഇല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയുടെ ആവശ്യപ്രകാരം അൻവർ സാദത്ത് ഇക്കാര്യത്തിൽ വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് നടക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനമാകണമെങ്കിൽ ഇപ്പോൾ KPCC-യിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ദിരാഭവനിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള ആളുകൾ അവർ ചേർന്ന് നടത്തുന്ന ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച കഴിയണം. ലീഗിന് 5 സ്ഥാനം എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. അല്പസമയം മുൻപ് ജോസഫ് വിഭാഗം അടക്കം എത്തിയിരുന്നു, മാണി സി കാപ്പൻ എത്തിയിരുന്നു. നേരത്തെ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടൈം വ്യവസ്ഥയിൽ പങ്കുവെക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മാണി സി കാപ്പന്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ടൈം വ്യവസ്ഥ അദ്ദേഹം അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാളെയും ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ തുടരും, വകുപ്പുകൾ നിശ്ചയിക്കണം. നിലവിലിപ്പോൾ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു ധാരണയായി അവസാന എന്തിലേക്ക് അത് എത്തുമ്പോൾ ഗഘടകകക്ഷികളുമായിട്ടുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അല്പസമയം മുൻപ് സംസാരിച്ച ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞത് നാളെയും ഘടകകക്ഷികളുമായുള്ള ചർച്ച തുടരും. അങ്ങനെയെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുൻപെങ്കിലും ഗവർണർക്ക് പട്ടിക കൈമാറാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.